എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, നജാദ് എന്ന പേര്, നജു എന്ന് വിളിക്കും. ഇപ്പൊ നജു ആയിട്ട് ഒരു ദിവസം സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ് അവരുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് അവന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ്. അതിന്റെ പേര് ഗ്ലാസ് പുഡിംഗ് എന്നാണ് പറഞ്ഞു. അപ്പൊ അവരുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ അവർ തേങ്ങയൊക്കെ ഇട്ട് അവർ ആട്ടുന്ന സമയത്ത് ഇഷ്ടംപോലെ തേങ്ങാവെള്ളം വരുമല്ലോ, ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ആ തേങ്ങാവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ്. അപ്പൊ അതിന്റെ റെസിപ്പി അവൻ പറഞ്ഞു തന്നു. എന്നാൽ അത് കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, എന്നാന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങളാണ് തേങ്ങാപ്പാലുള്ള തേങ്ങ. നമുക്കിവിടെ തേങ്ങാവെള്ളം അങ്ങനെ കിട്ടത്തില്ല, അതുകൊണ്ട് വെള്ളം, പിന്നെ ചൈന ഗ്രാസ്. ആദ്യം നമുക്ക് ഈ തേങ്ങാവെള്ളം എല്ലാം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഈ ചൈന ഗ്രാസ് കൂടി ഇട്ട് ഒരു 10-15 മിനിറ്റ് മുക്കി വെക്കണം. എന്നിട്ട് ഇത് ബോയിൽ ചെയ്യും. ഇനി ഏറ്റവും വലിയ ചടങ്ങ് എന്നാണെന്നറിയോ? ഈ തേങ്ങ തല്ലി പൊട്ടിച്ച് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം. ശ്രമിച്ചു നോക്കാം. ഇപ്പം മറ്റേ തേങ്ങയുടെ വെള്ളം കൂടെ എടുത്തു. ഇനിയിപ്പം ഇതൊരു 10-15 മിനിറ്റ് ഇരിക്കുകയും ചെയ്തു ചൈന ഗ്രാസ് ഇട്ട്. ഇനിയിപ്പോൾ ഇത് ബോയിൽ ചെയ്തെടുക്കുക. അങ്ങനെ സംഭവം റെഡിയായി. ഇനിയിപ്പോൾ ഇവനെ എടുത്ത് ഊറ്റാം. അപ്പോൾ സംഭവം എല്ലാം തിളച്ചു. ഇനി ഇതിപ്പോൾ അരിച്ച് ഇങ്ങോട്ട് ഒഴിക്കുക. എൻ്റെ ആക്ച്വലി ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് 2 പാത്രം എടുത്താൽ അരിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കട്ടയാവും. ഓക്കെ, നോക്കട്ടെ. അങ്ങനെ സംഭവമെല്ലാം അരിച്ചു. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിനിടയ്ക്ക് ഇവിടെ അങ്ങിടുക, ഒരു ഭംഗിക്ക്. സാധനം കട്ടയായി, ജെല്ലായി. ഇതുണ്ടോ? ഇനി ഇപ്പം ഇതിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കട്ടെ. അപ്പം ഒരു പീസ് ഇങ്ങ് മുറിച്ചെടുക്കുക. പിന്നെ മുമ്പേ കാണിച്ച ആ തേങ്ങ ഇല്ലായിരുന്നു, അതിൻ്റെ പാല് എടുത്തിട്ടുണ്ട്. ഫ്രഷ് തേങ്ങാപ്പാൽ അത് ഇച്ചിരി ഇങ്ങോട്ട് ഒഴിക്കുക ഇതിൻ്റെ മുകളിലോട്ട്. എന്നിട്ട് കഴിക്കുക. നോക്കട്ടെ. സംഭവം നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷെ ഞാനൊരു കുറവ് കാണിച്ചത്, ഞാൻ മധുരം ഇട്ടില്ല. അപ്പം മധുരത്തിൻ്റെ കുറവുണ്ട്. മധുരം ആവശ്യമുള്ളവർക്ക് ഇച്ചിരി മധുരം ഇട്ടാൽ നല്ലതാണ്. ഇതുകൊണ്ട് ഇത് കണ്ണാടി പോലെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഗ്ലാസ് പുഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നജുവിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും സംഭവം എൻ്റെതും അടിപൊളിയാണ്.